മനസ്സാണ് സന്തോഷം തരുന്നതും ദുഃഖം തരുന്നതും. അപ്പോൾ ഇതിൽ ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കി നമ്മളെപ്പോഴും മാറുമെന്ന് കാണുക എന്ന് പറയുമ്പം അതിനെ അടുത്തൊരു വീട്ടിൽ നടക്കുന്ന സംഭവം പോലെ. ഇപ്പം നമുക്ക് മൗതയില്ലാത്തൊരു വ്യക്തിയുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നേരിടും? അതുപോലാണ് നമ്മൾ മാറുമെന്ന് കാണുക എന്ന് ശാസ്ത്രം പറയാം. ശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മാറുമെന്ന് കാണാൻ സാധിക്കും. അപ്പം മറ്റൊരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാറുമെന്നുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രശ്നം തള്ളൻ പറയുന്നില്ല. നമുക്ക് കാരുണ്യം വേണം. അന്ധനെ കാണുമ്പോൾ നമുക്ക് സഹതപിച്ചുകൊണ്ട് അന്ധന് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, വെളിച്ചം കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ വഴികാട്ടിയാകാം. നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും അവിടെ ചെന്നാൽ കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നത് ഒരു വഴികാട്ടിയാണ്. അപ്പം അന്ധനെ നമ്മൾ റോഡ് കടത്താൻ സഹായിക്കുക. അതുപോലെ നമുക്ക് കാരുണ്യം വേണം. അടുത്ത വീട്ടിൽ ഒരു മരണം നടന്നു. കുറച്ച് കഴിയുമ്പോൾ തൻ്റെ മോളെ കണ്ടില്ല. കാണാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് തിരിച്ചു വന്നു. നീ ഇവിടെ പോയി? അടുത്ത വീട്ടിലെ അമ്മയുടെ മോള് മരിച്ചല്ലോ, അപ്പോൾ അവിടെ പോയതാണ്. നീ എന്നിട്ട് ആ മോളെ കൊണ്ട് കൊടുത്തുകൂടി? അതെങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും? പിന്നെ എന്തിനാ പോയത്? ആ അമ്മ കരയുന്ന കണ്ടപ്പോൾ ഞാൻ ചെന്ന് അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് ഞാനും കരഞ്ഞ് അമ്മയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്ത്. കുഞ്ഞിനെ സൃഷ്ടിച്ചു കൊടുക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല. ആ കരഞ്ഞ് കണ്ണുനീര് തുടച്ചപ്പോൾ കുറച്ച് അമ്മ നിശ്ചലമായി ശാന്തമായിരുന്നു. അപ്പോൾ ആ ഒരു സ്വാന്തനം നമ്മൾ വേദനിക്കുന്ന സമയത്ത് കൊടുക്കുന്നത്. കാരണം ശാസ്ത്രം പഠിച്ചവരല്ല, മൗത പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റിയില്ല. ശാസ്ത്രം പഠിക്കാത്തതുകൊണ്ട് നമ്മളതിൽ തന്നെ മുങ്ങിപ്പോകും. അത് ജീവിച്ച് വരാൻ വിഷമമായിരിക്കും. മാറുന്ന കാണുകയും അതോടൊപ്പം അവരുടെ മനസ്സിനെ മനസ്സിലാക്കുകയും നമുക്ക് വേണം. ഓരോ തലങ്ങളെ. അപ്പോൾ ഓരോരുത്തർ ഉദ്ദേശിക്കുന്ന ആളുണ്ടാകാം. അവിടെ ഇറങ്ങുമ്പോൾ കാക്ക തൂറി. നമ്മൾ കാക്കയോട് ഉദ്ദേശിച്ചിട്ട് എന്താ ഫലം? അതിന് വിവരമില്ല. അപ്പോൾ നമ്മൾ പ്രായവും എന്താ കഴുകിക്കൊണ്ട് പോവുക മുന്നോട്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ യാത്ര മുടക്കുകയോ അല്ലാതെ അത്രയും വിളിച്ചുകൊണ്ടിരിക്കുകയോ ഇങ്ങനെ ഏതെല്ലോ ഒക്കെ ഇട്ടിട്ട് എന്നെ കൊന്നിട്ടേന്ന് പോകത്തോളം ഇരിക്കത്തില്ല. അപ്പം അതേപോലെ നമുക്ക് ഓരോന്നിനെയും നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ്. അവ അങ്ങനെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെ പ്രശ്നങ്ങളെ നേരിടുക. സമുദ്രത്തിൽ നീന്ത് പഠിച്ചവൻ തിരെ ആസ്വദിക്കുന്നു, അല്ലാത്തവൻ തിരക്ക് അടിമപ്പെടുന്നു. നമ്മൾ മിഷൻ മേടിച്ചാൽ ലേബലുണ്ടാകും, എങ്ങനെ ഓൺ ചെയ്യണം. അതുപോലെ നമുക്കിതും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഒരു അന്ധവിശ്വാസമല്ല, അന്ധകാരം അകറ്റുന്നതാണ് നമ്മുടെ മനസ്സിനെ. മനോരോഗം വന്നതിന് ശേഷമാണ് നമ്മളൊരു സൈക്കാട്രിസ്റ്റിട്ട് പോകുന്നത്. അപ്പോൾ ഒരാശ്വാസം കിട്ടും. മരുന്ന് കൊണ്ട് കുറച്ച് നമ്മൾ അമർത്തി കടത്താൻ പറ്റും. ഉറക്കത്തിന് വേണ്ടിയുള്ള മരുന്നൊക്കെ തരും. പക്ഷെ അതിന് മുമ്പേ നമ്മൾ മനസ്സിനെ എങ്ങനെ നിലനിർത്തണം, റിഹേഴ്സലെടുത്തിട്ടാണ് സ്റ്റേജിൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. അതുപോലെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് ശരീരം കൊണ്ട് മാത്രമല്ല നല്ല കുട്ടിയെ സൃഷ്ടിക്കാനും ആ വികാര വിചാരങ്ങൾ പങ്കുവെച്ചു. പിന്നെ അതിൽ നിന്ന് അതിജീവിച്ചിട്ട് പോകുന്ന ഒരു ഭാവം എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ട് ആ ഒരു തീറ്റയ്ക്ക് വേണ്ടിയല്ല ജീവിച്ചത്, ജീവിക്കാൻ വേണ്ടി തന്നെ നിലനിർത്തണമല്ലോ. അതുപോലെ ഓരോന്നും ആ ഒരു ഭാവത്തിൽ പോയി. ഒന്നായി തന്നെ പിന്നിൽ ഒരു മാറുകയാണ്. ഒന്നായിട്ട് കണ്ട് തന്നെയാണ് രണ്ട് കല്യാണം കഴിച്ചത്. അത് രണ്ടെന്ന് കണ്ടതിൽ അവർക്ക് ഇണ്ടിലുണ്ടായില്ല. ഒന്നായി തന്നെ അവർക്ക് പോകാനും സാധിച്ചു. സർക്കസ് പഠിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി അരങ്ങേറുന്നത്. അപ്പോൾ സർക്കസ് പഠിക്കാൻ സ്റ്റേജിൽ കളിക്കാൻ പോയി അങ്ങനെ ഇരിക്കും. അതുപോലൊരു കുലുങ്ങുന്ന സ്റ്റേജിലാണ്, തൂണെന്ന് ഉറപ്പുള്ള സ്റ്റേജാണ്. അതിൽ കയറുന്ന നൃത്തം ചെയ്യുകയാണ്. നല്ല നർത്തകിയാണ്. എത്ര നർത്തകിയാണെങ്കിലും ആരോ വന്ന് പറഞ്ഞ് ഈ സ്റ്റേജിന് ഉറപ്പില്ല. അപ്പം എത്ര നൃത്തം ചെയ്യുമ്പോഴും ആ വീഴുമോ ആസ്വദിച്ച് നൃത്തം ചെയ്യാൻ സാധിക്കില്ല. ഭംഗിയായി നൃത്തം ചെയ്യാൻ പറ്റില്ല. ഉള്ളിനുള്ളിൽ ഭയത്തോടു കൂടിയായിരിക്കും ചെയ്യുന്നത്. സ്റ്റേജ് ഉറച്ചതാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഭയമില്ല, നമുക്കും ആസ്വദിക്കാവുന്നതോടൊപ്പം മറ്റുള്ളവരെയും ആസ്വദിപ്പിക്കാൻ പറ്റും. അതേപോലെ മനസ്സിൻ്റെ അടിസ്ഥാനമാണ്, മറിച്ച് നമ്മുടെ ഫൗണ്ടേഷൻ ആത്മീയതയാണ്.
ഭയമില്ല, നമുക്കും ആസ്വദിക്കാവുന്നതോടൊപ്പം മറ്റുള്ളവരെയും ആസ്വദിപ്പിക്കാൻ പറ്റും. അതാണ് ആധ്യാത്മം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ഇവർക്കൊക്കെ എത്രയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു മഹാത്മാക്കളെല്ലാം. യാതൊന്നും പരിഭവം ഉണ്ടായില്ല. അതിനെ നേരിടാനുള്ള ഒരു രീതിയാണ് അവർ പിന്തുടർന്നത്. പിന്നെ ഒരു ധർമ്മം വേറെയാണ്. ഇപ്പോൾ റോഡിൻ്റെ ധർമ്മമല്ല, ഒരു കുടുംബത്തിൻ്റെ ധർമ്മം, ഒരു ഓഫീസിൻ്റെ ധർമ്മമല്ല, ഒരു പോലീസ് സ്റ്റേഷൻ ധർമ്മം. അപ്പോൾ ഓരോന്നിനും ഓരോരോ ധർമ്മമുണ്ട്. നമുക്ക് ഒരു വള്ളത്തിൽ കയറി എവിടെ ഇരിക്കണം, ഒരു പ്ലെയിനിൽ കയറിയാൽ എങ്ങനെ ബെൽറ്റ് ഇടണം, അതൊക്കെ അനുസരിച്ച് നീങ്ങണം. നമ്മൾ ഓരോ തലങ്ങൾ, കാക്കയെ കാക്കയായിട്ട് കാണുക, കുയിലിനെ കുയിലിനായിട്ട് കാണുക. അപ്പം ആ ഒരു ഭാവത്തിൽ നമ്മൾ പോകണം. ഇപ്പോൾ വിരൂപിയാണേലും സ്നേഹം പ്രേമം വന്ന സൗന്ദര്യം വെച്ച് കെട്ടും. സുന്ദരിയായാലും പ്രേമമില്ലെങ്കിൽ വൈരൂപ്യം വെച്ച് കെട്ടും. ഓളം കൊണ്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയും. അപ്പം അങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ മനസ്സ് എടുത്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് ആസ്വാദനം ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സാണ് സന്തോഷം തരുന്നത്, ദുഃഖം തരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കി നമ്മളെപ്പോഴും മാറുമെന്ന് കാണുക.